ഹരി ഓം. ദശകം 22, ശ്ലോകം 11. സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈഃ സദേവ വാതാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദച്ഛേദം നോക്കാം. സ്വകിങ്കര ആവേദന ശങ്കിതഃ യമഃ. സ്വകിങ്കര ആവേദന, സ്വകിങ്കരാവേദന ശങ്കിതഃ യമ, ശങ്കിതോ യമഃ. സ്വകിങ്കരാവേദന ശങ്കിതോ യമഃ ത്വത് അംഘ്രി ഭക്തേഷു ന ഗമ്യതാം ഇതി. ഗമ്യതാം പ്ലസ് ഇതി. ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാൻ അശിശിക്ഷത് ഉച്ചകൈഃ. സ്വകീയഭൃത്യാൻ പ്ലസ് അശിശിക്ഷത് പ്ലസ് ഉച്ചകൈഃ. സ്വകീയഭൃത്യാൻ അശിശിക്ഷത് ഉച്ചകൈഃ സഹ ദേവ വാതാലയ നാഥ പാഹി മാം. സദേവ വാതാലയ നാഥ പാഹി മാം. ഗിരി പബ്ലിക്കേഷൻസിൽ യമഹ കഴിഞ്ഞിട്ടും വിസർഗം കൊടുത്തിട്ടുണ്ട്. ശിക്ഷത ഉച്ചകൈഹി പറഞ്ഞിട്ടും വിസർഗം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വനമാല ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയില്ല. ഒരുമിച്ച് വായിക്കുന്നതാണ് കുറച്ചുകൂടെ ഉത്തമം. മറ്റേ ഇതിലെഴുതിയിരിക്കുന്ന പോലെ ആ വിസർഗം പറഞ്ഞു ചൊല്ലിയാലും തെറ്റില്ല, പക്ഷേ മറ്റതാണ് കുറച്ചുകൂടി ഉത്തമം. സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാൻ അശിശിക്ഷതുച്ചകൈഃ സദേവ വാതാലയ നാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്ലോകം 11 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 10 യമദൂതന്മാർ അവിടുന്ന് ഒഴിഞ്ഞുപോയി. അതിൻ്റെ പുറകെ ഭഗവാന്റെ കിങ്കരന്മാരും മറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അജാമിളൻ ഗംഗാതീരത്ത് ഭഗവത് ഭജനമായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഭഗവാന്റെ പദം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞു. 11 എന്താണ് പറയുന്നത്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആ യമകിങ്കരന്മാർ കാലൻ്റെ ചെന്ന് ബോധിപ്പിക്കണമല്ലോ. അങ്ങനെ ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് 11 ശ്ലോകത്തിൽ പറയുന്നത്. യമഃ സ്വകിങ്കരാവേദന ശങ്കിതഃ. യമഃ സ്വകിങ്കരാവേദന ശങ്കിതഃ. യമഃ കാലൻ സ്വകിങ്കരാവേദന തൻ്റെ കിങ്കരന്മാർ വന്നു പറഞ്ഞത് കേട്ടു പേടിച്ചിട്ട്. ശങ്കിതഃ പേടിച്ചിട്ട്. കാലൻ തൻ്റെ കിങ്കരന്മാർ വന്നു പറഞ്ഞത് കേട്ടു പേടിച്ച് ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാം ഇതി. ത്വദംഘ്രിഭക്തേഷു, ത്വത് അംഘ്രിഭക്തേഷു ഭഗവത് ഭക്തന്മാരുടെ അടുത്ത് ഇനി മേലാ നിങ്ങൾ പോകാൻ പാടില്ലെന്ന്. അതാണ് ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി. ഇനി പോകാൻ പാടില്ല എന്ന്. സ്വകീയഭൃത്യാൻ ഉച്ചകൈഃ അശിശിക്ഷത്. സ്വകീയഭൃത്യാൻ തൻ്റെ കിങ്കരന്മാർക്ക് ഉച്ചകൈഹി കർശനമായിട്ടുള്ള അശിശിക്ഷത് താക്കീത് കൊടുത്തു. സ്വകീയഭൃത്യാൻ ഉച്ചകൈഹി അശിശിക്ഷത് തൻ്റെ കിങ്കരന്മാർക്ക് കർശനമായ താക്കീത് കൊടുത്തു. ഹേ വാതാലയനാഥ ദേവ സഹ ത്വം മാം പാഹി. അല്ലയോ അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ ഭഗവാനേ, ഇപ്രകാരമുള്ള അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. നമുക്കും അതുതന്നെ പറയാം. അപ്പോൾ ആ യമകിങ്കരന്മാർ തങ്ങളുടെ സ്വാമിയാകുന്ന ആ കാലനോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിവരിച്ച് കേൾപ്പിച്ചു. അപ്പോൾ തൻ്റെ ഭൃത്യന്മാരാൽ ചെയ്യപ്പെട്ട അപരാധം തൻ്റെ തന്നെ തെറ്റായിട്ട് എണ്ണപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ആ യമരാജൻ അവരോട് പറഞ്ഞു, മേലിൽ നിങ്ങൾ ആ ഭഗവത് ഭക്തന്മാരെ അല്ലെങ്കിൽ ഭഗവത് പാതാരവിന്ദത്തിൽ
ഭക്തന്മാരായിരിക്കുന്നവരെ മേലാ സമീപിക്കരുതെന്ന് ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. ഇപ്രകാരം ഏറ്റവും ആ പാപിയായിരുന്ന അജാമിളനെ പോലും ഭഗവത് കാരുണ്യത്താൽ സന്മാർഗിയാക്കി മാറ്റി മോക്ഷമരുളി അനുഗ്രഹിച്ച ഭക്തവത്സലനായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ പരിപാലിച്ചു കൊള്ളണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. സ്വകിങ്കരാവേദന ശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈः സദേവ വാതാലയനാഥ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.